കുട്ടികളെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹയസ്റ്റ് കോമൺ ഫാക്ടറിനെ കുറിച്ചാണ്. അതായത് ഉത്തമ സാധാരണ ഘടകം എന്ന് പറയും. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് LCM ആണ്, ലഘു സാധാരണ ഗുണിതത്തെക്കുറിച്ചാണ്. ഇത് ഉത്തമ സാധാരണ ഘടകം എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ എടുക്കാം. ഉത്തമ സാധാരണ ഘടകം അല്ലെങ്കിൽ വൻ പൊതുഘടകം നമുക്ക് സാധാരണയായിട്ട് പറയാം കേട്ടോ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ പൊതുഘടകമാണ് ഇവിടെയും എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെ ഘടകങ്ങളാക്കുന്നത്? ഹൈ കോമൺ ഫാക്ടർ ഘടകങ്ങളാക്കുമ്പോഴേ നമ്മളെന്താ ചെയ്യുന്നത്? അതിൻ്റെ ഡിവൈസറുകൾ നോക്കുകയാണ് അല്ലേ, ഏതൊക്കെയാണ് അതിൻ്റെ ഗുണിതങ്ങൾ, അതിനെയാണ് നമ്മൾ ഘടകമായിട്ട് എടുത്തത്. ഡിവൈസർ ഏത് സംഖ്യ കൊണ്ടാണോ നമ്മൾ ഗുണിച്ചെടുക്കുന്നത് ഒരു സംഖ്യ കിട്ടാൻ, ആ സംഖ്യയാണ് നമ്മളതിൻ്റെ ഘടകമായിട്ട് എടുക്കുന്നത്. ഇതിന് HCF ഹൈ കോമൺ ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്തിട്ട് അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നോട്ട്സ് എഴുതിയെടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് 16ഉം 32 എടുക്കാം ഉദാഹരണങ്ങൾ, സംഖ്യകൾ 16, 32. ഇവയുടെ വൻ പൊതുഘടകം അല്ലെങ്കിൽ HCF ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഘടകം കണ്ടെത്തണമല്ലോ. ഘടകം കണ്ടെത്താൻ നമുക്കറിയാം. സാധാരണ രീതിയിൽ അതിൻ്റെ ഘടകം എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുന്നത്? 16 ആകുമ്പോൾ 1 × 16 അല്ലേ? 16ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ ആദ്യം 1 കൊണ്ടാണ് തുടങ്ങുന്നല്ലേ. 1 × 16, 16 എന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ 1 × 16, അപ്പോൾ 1ഉം 16ഉം വന്നു. അടുത്ത് 2 × 8 വന്നു, അപ്പോൾ 2 8 വന്നു. then 4 × 4. ഇത്രയും ഘടകങ്ങളല്ലേ വരുന്നുള്ളൂ, വേറെ ഘടകങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നോക്കാം. അടുത്തതോ 32 അല്ലേ, 32. 32നെ ഘടകമാക്കുമ്പോൾ ആദ്യം നമുക്ക് 1 × 32 എഴുതാം അല്ലേ. 1 × 32. അടുത്തത് 2 × 16. ഓക്കെ, അടുത്തത് എന്താ വരുന്നത്? 3 കൊണ്ട് പോയില്ല, അപ്പോൾ 4 കൊണ്ടാണെങ്കിൽ 4 × 8 32. ഓക്കെ, 4 × 8. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് കിട്ടിയത്. പക്ഷേ ഈ ഘടകങ്ങളിൽ ഭാജ്യസംഖ്യയുണ്ട്, അഭാജ്യസംഖ്യയുണ്ട്. ഇവിടെയുള്ള അഭാജ്യസംഖ്യ ഏതാണ്? 2 അല്ലേ. ബാക്കിയെല്ലാം ഭാജ്യസംഖ്യകളല്ലേ. അതായത് പ്രൈം നമ്പറായിട്ട് ഇവിടെ വരുന്നത് 2, ബാക്കി കോമ്പോസിറ്റ് നമ്പറായിട്ട് ബാക്കിയുള്ളതെല്ലാം വരുന്നുണ്ട് 8ഉം 4ഉം അല്ലേ. അപ്പോൾ നമുക്ക് അഭാജ്യസംഖ്യകളായിട്ടൊന്ന് ഘടകങ്ങളാക്കി നോക്കാം. എങ്ങനെയാണ് അഭാജ്യസംഖ്യകൾ ഏതൊക്കെയാണ്? അഭാജ്യസംഖ്യകൾ 2, അഭാജ്യസംഖ്യകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച പ്രൈം നമ്പേഴ്സ്? ഏറ്റവും ചെറുത് 2 അല്ലേ. 2, 3, 5, 7, 11, 13, 17, 19, 23 അങ്ങനെ അങ്ങ് പോവും അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് 4 എടുത്തു. ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സംഖ്യ എഴുതിയിട്ട് അതിനെ ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ കൊണ്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത് നോക്കണം, ഹരിച്ച് നോക്കണം. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ 3 എടുക്കും. ഇവിടെ 2 കൊണ്ട് ഓക്കെയാണ്. 2 കൊണ്ട് 16 ചെയ്തപ്പോൾ 8, 8നെ 2 കൊണ്ട് ചെയ്തപ്പോൾ 4, 4നെ ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. അപ്പം 4 തവണ 2 ഘടകമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതൊന്നിങ്ങനെ 2 × 2 × 2 × 2 എന്ന രീതിയിൽ നമ്മൾ എഴുതിയിട്ടു. ഓക്കെ, അപ്പോൾ 16ന് അഭാജ്യസംഖ്യകളുടെ പ്രൈം നമ്പേഴ്സിൻ്റെ രീതിയിൽ ഘടകമാക്കിയപ്പോൾ 4 തവണ 2 കിട്ടി. ഇനി അതുപോലെ അങ്ങ് 32നും ചെയ്യണം. അപ്പോൾ നോക്കിയേ, 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ എത്ര തവണ വന്നു? 5 തവണ 2 വന്നു അല്ലേ. നേരത്തെ 4 തവണ വന്നത്, ഇവിടെ 5 തവണ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല സാധാരണ കാണുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് സാധാരണ രീതിയിൽ കാണുന്ന പോലെ ചെയ്യാം. അപ്പോൾ 4 തവണ വന്നു, 32ന് 5 തവണയും വന്നു. അപ്പോൾ പൊതുവായിട്ട് നോക്കുക. ആദ്യം 2ലും 2 പൊതുവല്ലേ, നമ്മളതിനങ്ങ് എടുത്തു. കോമൺ ആയിട്ട് വരുന്നില്ലേ. അപ്പോൾ ഒന്നാമത്തെ 2 അതിന് അങ്ങനെ റൗണ്ട് ചെയ്തിട്ടത് അതുകൊണ്ടാട്ടോ. ആദ്യത്തെ 2ലും പൊതുവായിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ 2ഉം ഇവിടെ 3 ആണെങ്കിൽ ശരിയാവില്ല. 1, 2, 1, 3 ആണെങ്കിൽ പൊതുവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ 2 വന്നു അല്ലേ.
അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എടുത്തെഴുതാം. ആദ്യത്തെ 2 എഴുതി, രണ്ടാമത്തെ പൊതുഘടകവും 2ആണ്, മൂന്നാമത്തെ പൊതുഘടകവും എന്താണ് 2ആണ്, നാലാമത്തെ നോക്കാം അതും 2ആണ് അല്ലേ, കിട്ടുന്നില്ലേ 2ആണ്. പക്ഷേ അഞ്ചാമതുള്ള 2 പൊതുവല്ല, അത് 35-ന് മാത്രമുള്ളതാണ് അല്ലേ. പൊതു എന്ന് പറയുന്ന കോമൺ എന്ന് പറയുന്ന 2 പേർക്കും ഒരേ സംഭവം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ പൊതു കോമൺ എന്ന് പറയുന്നത്. അപ്പോൾ 4 തവണയുള്ള 2 മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ അതിനങ്ങ് ഗുണിച്ച് എഴുതുക. അപ്പോൾ 16 കിട്ടി. ഇതാണ് 16-ൻ്റെയും 32-ൻ്റെയും എന്ത് HCF ഉസാഗം. ഓക്കെ അല്ലേ. നമ്മൾ അഭാജ്യ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, അത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത് 3 എടുക്കുക കേട്ടോ. ഇപ്പോൾ 2 കൊണ്ട് ഓക്കെയാണ്. 2 സംഖ്യ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒന്നിൽ 4 തവണയും മറ്റൊന്നിൽ 5 തവണയും 2നെ നമുക്ക് ഘടകമായി കിട്ടി. എന്നിട്ട് പൊതുവായുള്ളതിനെ മാത്രമേ നമ്മളങ്ങ് എടുത്തെഴുതി അല്ലേ. എന്നിട്ട് അവ തമ്മിൽ അങ്ങ് ഗുണിച്ചിട്ട് കിട്ടുന്ന ഒരു സംഖ്യ, അതാണ് അതിൻ്റെ HCF. ഉദാഹരണം ചെയ്ത് നോക്കണം നോട്ടിൽ. ഇത് എഴുതി കഴിഞ്ഞ ശേഷം വേറെ ഏതെങ്കിലും 2 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇതൊരൊറ്റ ഉദാഹരണം മാത്രമേ ഞാനിങ്ങനെ പറയുന്നുള്ളൂ. ഇതിപ്പോൾ സെപ്പറേറ്റ് ആയി ചെയ്തത് നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ല നേരത്തെ, പൊതുവായിട്ട് ചെയ്യുന്നതൊന്ന് നോക്കാം. പൊതുവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉദാഹരണം എടുക്കുകയാണ് കേട്ടോ. എന്താ എടുക്കാം, നമുക്ക് കുറച്ച് വ്യത്യാസമുള്ളതായിക്കോട്ടെ. നമുക്ക് ഒരു 30ഉം 35ഉം എടുക്കാം അല്ലേ. 30, 35. ഇതിനങ്ങ് എടുക്കുമ്പോൾ ഞാൻ ഒരുമിച്ചാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതുപോലെ നമ്മൾ ഒരുമിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുക കേട്ടോ. സാധാരണ നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്തതാണ്. 2ലും പൊതുവായിട്ട് വരുന്ന 2 കൊണ്ടൊന്ന് നോക്കാം. 35-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ സംഭവിക്കുക, ഒന്നെങ്കിൽ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽ വരും അല്ലേ, ദശാംശ സംഖ്യയായിട്ട് വരും, അല്ലെങ്കിൽ ഭിന്നസംഖ്യയായിട്ട് വരും. പക്ഷെ 30-ന് നമുക്ക് പൂർണ്ണമായിട്ട് പോകും, 15 കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് 2നെയും ഒരേപോലെ പോകുന്ന ഒരു അഭാജ്യസംഖ്യ കിട്ടണം. 3 പോവില്ല, നമുക്ക് 5 എടുക്കാം. 5 ഓക്കെ അല്ലേ. 5 കൊണ്ട് 35-നാണെങ്കിൽ 7, 7 5 35 അല്ലേ. ഇനി 30-നെയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ 6 വരും അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ 7-നെ ഏതെങ്കിലും 7 കൊണ്ട് ചെയ്യാം, പക്ഷേ 7 കൊണ്ട് 6-ന് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ നിർത്തി കേട്ടോ, ഇവിടെ നിർത്തി. പക്ഷെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം, എനിക്ക് അറിയാം വേണമെങ്കിൽ. ഞാൻ 35-നൊന്ന് സെപ്പറേറ്റ് ചെയ്യണേ. 35-ന് 5 കൊണ്ട് ചെയ്യുമ്പോൾ 7, 30-നെയോ 30-നെ ചെയ്താൽ 6 വരും. ഇനി 6 നമുക്ക് ഇനിയും ചെയ്യാം, അത് ഞങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, കുഴപ്പമില്ല. ഞാൻ നിനക്ക് പറയാം എന്താ സംഭവം എന്ന്. ഈ 6-നെ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്, 2 കൊണ്ട് ചെയ്യാം, ഏറ്റവും ചെറുത് 2 അല്ലേ, അപ്പോൾ 3 കിട്ടും. ഇപ്പോൾ നോക്കാം, 35-ന് കിട്ടിയത് 5ഉം 7ഉം, പക്ഷേ 30-ന് 5ഉം 2ഉം 3, പക്ഷേ പൊതുവായത് 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ HCF എന്താണ്, 5 മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി സംഖ്യകളൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്താണോ 2ലും കൂടെ വരുന്നത്, പൊതുവായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഘടകം, അതിനങ്ങ് എടുത്തെഴുതുക, അതാണ് അതിൻ്റെ HCF. ഇപ്പോൾ HCF ഓക്കെ ആയെന്ന് തോന്നുന്നു അല്ലേ. ഇനി ഇതുപോലെയുള്ള കുറച്ച് ഉദാഹരണങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെ HCF അങ്ങോട്ട് ശരിയാക്കും.